അസ്സലാമു അലൈക്കും. സുഖല്ലേ? ഞാൻ കുറച്ച് നേരം അപ്പുറത്തൊക്കെ ഒന്ന് എനിക്ക് നടന്ന്, അല്ലെങ്കിൽ കാൽമലും കൈമലൊക്കെ നീര് കെട്ടിക്കെടുക്കും. ഇങ്ങനെ അടഞ്ഞ് തേരി ഇങ്ങനെ ഇരുന്നിട്ടേ ഭയങ്കര ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ. നമ്മൾ റംസാനൊക്കെ ആയി 2 മാസമുള്ളൂ. റംസാനക്ക് നോമ്പ് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ വല്ലവരടുത്ത് പോക്കൊക്കെ ഉണ്ട്. റംസാനായാൽ നമ്മളെ അറിയുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകകൾ അവർ തരാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാൻ തീരെ വയ്യ. 2-3 കൊല്ലങ്ങളായി, 3-4 കൊല്ലമായി വയ്യാത്ത കാരണം അവരുടെ അടുത്തൊന്നും എത്തിപ്പെടാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിന് പോലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ജീവിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുമായി. മറ്റേത് റംസാനൊക്കെ ആയി ചെന്നാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായിക്കും, എന്തെങ്കിലും ഒരു നേരം ജീവിക്കാനുള്ള മാർഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരും. അതിന് പറ്റാണ്ടായി ഇപ്പോൾ. പിന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് കഴിവും ഇതും ഉള്ളവരൊന്നല്ല. എൻ്റെ ഉമ്മയായിട്ടും ബാപ്പയായിട്ടും ഒക്കെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പാവപ്പെട്ട കുടുംബത്തിൽ തന്നെയാണ്, ഒരു മാർഗ്ഗമില്ലാത്ത കുടുംബത്തിലത്തെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ബാപ്പയും ഉമ്മയും എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ ആരും ഇല്ലാണ്ടായി. പിന്നെ നമുക്ക് കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ബന്ധങ്ങളും നേതാക്കളൊന്നും ആരുമില്ല നമുക്ക് തേടിപ്പിടിച്ച് ചെല്ലാനായിട്ട്. പിന്നെ ഉള്ളത് ജനങ്ങളാണ്. അവരൊക്കെ നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് 5 കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കിടക്കണ കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ അവർ തന്ന് ഭക്ഷണത്തിനുള്ള ചിലവുകളൊക്കെ എപ്പോഴെങ്കിലും ചെല്ലുമ്പോഴൊക്കെ തരാറുണ്ട്, കൊണ്ടുതരും. ചിലർ കൊണ്ടുതരും, ചിലർ നമ്മളെ കാണുമ്പോൾ തരും. അങ്ങനെയൊക്കെ ആ കുട്ടികളെ 5 എണ്ണത്തിനായിട്ട് നടന്ന കാലത്ത് നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പറമ്പിനും പെരക്കും സഹായങ്ങൾക്കൊന്നും ഞാൻ ചെന്നിട്ടില്ല, തന്നിട്ടുമില്ല ആരും. അന്ന് ആ ബുദ്ധിയും ബോധമൊന്നും നമുക്ക് അത്ര ആയിട്ട് ഉണ്ടായില്ല. ജീവിച്ച് പോകണം എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഇപ്പോൾ ഇവരെ 21 ചെന്ന് എത്തിയത് റംസാനായാലും എനിക്ക് ഇവരെ 21 ചെന്ന് എത്തിപ്പെടാൻ ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് എനിക്ക് പറ്റണില്ല. എനിക്ക് നടക്കാനൊന്നും പറ്റണില്ല. കണ്ടില്ലേ കണ്ണൊക്കെ ഇരിക്കുന്നത്? കണ്ണൊന്ന് പൊക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തലയുടെ അടുത്ത സൈഡിലേക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള സൂക്കേട് കാര്യത്തിയാണ് ഞാൻ. ഒരു വലിയ അസുഖത്തിൻ്റെ ഒരു ഉടമേന്. അപ്പോൾ അസുഖങ്ങളൊക്കെ എന്താണെന്നുള്ളത് വലിയ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് പറയാൻ. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള മരുന്നുകളായിട്ട് ഞാനിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഈ കണ്ട കൊല്ലങ്ങളായിട്ടും നമ്മൾ ആരെ കണ്ണിലേക്കും ചവിട്ടിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനിപ്പോൾ ഈ 2 മാസങ്ങളായപ്പോഴാണ് നമുക്ക് വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പിടിയൊക്കെ ആയി തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയാലിപ്പോൾ എവിടേക്കും പോകാനില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നങ്ങായിട്ട് ഞങ്ങളോട് എപ്പോഴും അവസ്ഥ, നമുക്ക് ആര് വന്ന് അന്വേഷിച്ചാലും പിടിച്ചാലും എങ്ങനെ ഇതാക്കിയാലും നമുക്കൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ കിടക്കുന്ന ജീവിതങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് ആർക്കും വന്ന് അന്വേഷിക്കുക, ആർക്കും അതിലൊരു തടസ്സമില്ല. എത്ര കൊല്ലങ്ങളായി ഞങ്ങളിങ്ങനെ കിടക്കണമെന്നും ഞങ്ങളുടെ ജീവിതങ്ങൾ എന്താണെന്നും നമുക്ക് വല്ല മേൽഗതി ഉണ്ടോയെന്നും ജീവിക്കാനൊരു നേരം ജീവിക്കാനൊരു മാർഗം ഉണ്ടോയെന്നും എല്ലാം വന്ന് അന്വേഷിക്കുക. യൂട്യൂബർമാരാരെയും ശ്രദ്ധയിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും പെട്ടിട്ടില്ല. അവരുടെ ശ്രദ്ധയിൽ ആരെങ്കിലും ഒരാളുടെ ശ്രദ്ധയിൽ പെട്ടിടുന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ ഇടാറിരിക്കില്ല. അവരെ നമ്മളെ കാര്യങ്ങളൊന്നും അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ വന്നിട്ട് ഒരാഴ്ചയോളമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാണ്ടിപ്പോൾ നമുക്കിപ്പോൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മാത്രമേ ഈ നാട്ടുകാരോട് പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ അവർ വന്ന് അന്വേഷിക്കുക. ഞങ്ങളെവിടെ, കാട്ടിലാണോ പറമ്പിലാണോ സ്വന്തം വീട്ടിലാണോ എങ്ങനെയുണ്ട് വീട് എന്ന് ഒക്കെ. 4 ചുറ്റൊക്കെ നിറച്ച് പാമ്പാണ് ഇവിടെ. പേടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. രാത്രിയായാൽ പുറത്തിറങ്ങാനും പറ്റില്ല. ഇരുട്ട് കുത്തിയിട്ട് ഭയങ്കര കാടും പടലല്ലേ. ലാസ്റ്റ് വന്ന് പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഇത്.
ഇതിൽ നിന്നും കൂടി ഇറങ്ങിയാൽ വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പാടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്കോ ജോലിക്കോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ കച്ചവടമൊക്കെ കുറച്ച് ഡ്രസ്സ് തന്നെ കൊണ്ടുപോയി വിറ്റാലും നമ്മളുടെ ഒരേ അന്നത്തെ ജീവിതങ്ങൾ കഴിഞ്ഞു പോകും. അതിനും പറ്റാണ്ടായി. അപ്പം അതും 2-3 കൊല്ലമായി സൂക്കേട് കാരണം അങ്ങനെ കയറി കുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഡ്രസ്സും കൊണ്ട് ചെന്നാലും ഉള്ള വിഷമങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. നമ്മളെ ഇങ്ങനെ ഡ്രസ്സും കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു നേരത്തെ ചിലവിനുള്ള കാശ് ചിലവ് ചെയ്തോളാൻ പറഞ്ഞ ഒരു നേരത്തെ കഞ്ഞി അവരെ വക വെച്ച് കുടിക്കുന്ന പറഞ്ഞിട്ട് അവർ തരാണ്ടിരിക്കില്ല. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് ഒരാങ്ങളന്മാരോ ഇല്ല. ആങ്ങളുള്ളത് ഇതേമാതിരി ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. അവനും ഇതേമാതിരി അസുഖം തന്നെ, എന്നെ പോലൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ തന്നെ അസുഖം വന്നിട്ട് തന്നെയാണ് മരിച്ചത്. 44 വയസ്സൊക്കെ ഉണ്ടായുള്ളൂ ആങ്ങളക്ക്. പിന്നെ ഉമ്മയും ബാപ്പയും അതുമില്ല, പിന്നെ ആരുമില്ല. അതൊക്കെ ആർക്കും അന്വേഷിച്ചാലറിയാം. അന്വേഷിക്കുന്നതിന് നമുക്കൊരു വിഷമവും ഇല്ല. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്തത് ഒരാളെ ചവിട്ടിൽ കൊണ്ട് എത്തിയിട്ടില്ല. ഒരു യൂട്യൂബർമാരും കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ വീഡിയോയിൽ വന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും നമ്മളെ പറ്റി എന്തെങ്കിലും നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടേനെ. പക്ഷേ ഞങ്ങളെ കണ്ണിൽ എത്തിപ്പെട്ടിട്ടില്ല എൻ്റെ വീഡിയോകളൊന്നും. അതുകൊണ്ടാണ് എത്തിപ്പെടുന്നവരെയും എത്തിപ്പെടാനും നമുക്ക് ഇതായിട്ടില്ല. നമ്മളല്ലാനെ വിളിച്ചിരിക്കുക, അല്ലാണ്ട് വേറൊരു നിവർത്തിയില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.